അസ്സലാമലൈക്കും. ഫാസ്റ്റ് കുക്ക് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാനിന്ന് നിങ്ങളുടെ മുമ്പിൽ നല്ലൊരു അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പി ആയിട്ടാണ്, ഒരു പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പം എല്ലാവരും എൻ്റെ വീഡിയോ കാണണം, എൻ്റെ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള സിമ്പിളായിട്ട് നമുക്ക് വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പി കൂടിയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പം ഞാൻ 10 ഗ്രാം ചൈന ഗ്രാസ് എടുത്തിട്ടുണ്ട്. 10 ഗ്രാമിൻ്റെ പാക്ക് നമുക്ക് വാങ്ങാൻ കിട്ടും. അപ്പം അത് ഞാൻ കട്ട് ചെയ്തൊരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിനായിട്ട് 1 ലിറ്റർ പാലെടുത്തിട്ടുണ്ട്. നല്ല പശുവിൻ പാൽ, നല്ല കട്ടിയുള്ള പശുവിൻ പാലെടുത്തിട്ടുണ്ട്. പഞ്ചസാര 3/4 കപ്പോളം പഞ്ചസാര, 3/4 കപ്പോളം മിൽക്ക് മെയ്ഡ് എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ മിൽക്ക് മെയ്ഡാണ്. 1 കപ്പ് കാഷ്യൂ എടുത്തിട്ടുണ്ട്. ഇത് നെയ്യിൽ ഒന്ന് ഫ്രൈ ചെയ്തെടുത്ത കാഷ്യൂ, അതൊരു കപ്പോളം എടുത്തിട്ടുണ്ട്. പിന്നെ 1 ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ചൈന ഗ്രാസ് ഒന്ന് കുതിർത്തി വെക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം. അപ്പം ഞാൻ ചൈന ഗ്രാസിലോട്ട് വെള്ളം ഒഴിച്ച് ഏകദേശം ഈ ഗ്ലാസ്സിൽ പകുതി വെള്ളം ഒഴിച്ച് ഞാൻ കുതിർത്തി വെക്കുന്നുണ്ട്. അപ്പം നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ള വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. അതായത് മുങ്ങാൻ പാകത്തിനുള്ള വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി നമുക്കിത് മാറ്റി വെക്കാം. മാറ്റി വെച്ചതിന് ശേഷം അടുത്തത് നോക്കാം. ഞാനൊരു പാൻ എടുത്ത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഇനി നമുക്ക് പാലൊഴിച്ചു കൊടുക്കാം. ഞാൻ പശുവും പാലാണ് എടുത്തിട്ടുള്ളത്. 1 ലിറ്ററോളം പശുവും പാൽ എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അതിന് ശേഷം നമുക്ക് ഇതിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം. പഞ്ചസാര ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് ഇളക്കി ചെറിയ ചൂടാകുന്ന സമയത്ത് നമുക്കിതിലേക്ക് മിൽക്ക് മെയ്ഡും കൂടി ചേർത്ത് കൊടുക്കാം. ഇത് ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ മിൽക്ക് മെയ്ഡാണ്. ഇതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി അടുത്തത് നമുക്കിതിലേക്ക് മിൽക്ക് പൗഡർ ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂണ് മിൽക്ക് പൗഡറും കൂടി ചേർത്ത് കൊടുക്കാം. മിൽക്ക് പൗഡറും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പം ഇത് നമ്മൾ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. ഇതങ്ങനെ തന്നെ വെച്ച് കഴിഞ്ഞാൽ അടിക്ക് പിടിച്ചു പോകും. അതിനിടയിൽ നമുക്ക് ചൈന ഗ്രാസ് ഒന്ന് മെൽറ്റാക്കി എടുക്കാം. അപ്പോൾ ചൈന ഗ്രാസ് മെൽറ്റാക്കാൻ വേണ്ടി ഒരു പാനിലോട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പം നമുക്ക് ലോ ഫ്ലെയിമിലിട്ട് മെൽറ്റാവാൻ വെക്കാം. ഇപ്പം നമ്മുടെ പാലിൻ്റെ കൂട്ട് നല്ല പോലെ തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം. ഇത് തണുക്കുന്നതിന് മുമ്പായിട്ട് തന്നെ നമുക്കിതിലേക്ക് ചൈന ഗ്രാസ് ഒഴിക്കാനുണ്ട്. അപ്പോൾ നമ്മുടെ ചൈന ഗ്രാസ് ഏകദേശം മെൽറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ ലോ ഫ്ലെയിമിലിട്ട് ഇത് മെൽറ്റാക്കണം, അല്ലെങ്കിൽ അടിക്ക് പിടിച്ച് പോകുമ്പോൾ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുകയും വേണം. അപ്പോൾ നമ്മുടെ ചൈന ഗ്രാസ് നല്ല രീതിയിൽ മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പാലിൻ്റെ കൂട്ടിലോട്ട് ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് പാലും നല്ല ചൂടുണ്ടായിരിക്കണം. മുഴുവനായിട്ട് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇളക്കി കൊടുക്കാം. ഇത് ഏകദേശം 2-3 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. അപ്പോൾ നമ്മുടെ ചൈന ഗ്രാസും മിൽക്കിൻ്റെ കൂട്ടും ഒന്ന് നല്ല പോലെ മിക്സായിട്ട് കിട്ടും. അപ്പോൾ ഇനി നമുക്ക് ഇതൊന്ന് മിക്സ് ആയതിന് ശേഷം നമുക്ക് പുഡിംഗ് ട്രേയിലോട്ടേക്ക് മാറ്റി കൊടുക്കാം. അപ്പം ഞാൻ പുഡിംഗ് ട്രേയിലോട്ട് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി ചെറുതായിട്ട് ഒന്ന് തണുക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം. മുഴുവനായിട്ട് തണുക്കുന്നത് വരെ അല്ല, ചെറുതായിട്ട് ഒന്ന് തണുക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പി കൂടിയാണ്. ഇത് ഞാൻ നേരത്തെ എടുത്ത് വെച്ചിരുന്ന കാഷ്യൂ, ഇതൊന്ന് ചെറുതായിട്ട് കൈവച്ച് ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പുഡിങ്ങിലോട്ട് ഇത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ മുഴുവനായിട്ട് ഇതിലേക്ക് ചേർക്കുന്നില്ല. അപ്പം നമ്മൾ ഏകദേശം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് തണുത്ത് നല്ല സെറ്റായതിന് ശേഷം ഇതിന് മുകളിലായിട്ട് ഇട്ട് കൊടുക്കാൻ വേണ്ടി. അപ്പം നമ്മുടെ പുഡിങ് നല്ല രീതിയിൽ സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്.
ഞാൻ ഏകദേശം ഇത് തണുത്തതിന് ശേഷം ഏകദേശം ഒരു 10 മിനിറ്റോളം ഫ്രീസറിലോട്ട് മാറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മുടെ പുഡിങ് റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി കൂടിയാണ്. അപ്പോൾ എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതോടൊപ്പം ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി വരും. അതും കൂടി ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും. പിന്നെ അടുത്ത വീഡിയോയുമായി വരുന്നത് വരേക്കും അസ്സലാമു അലൈക്കും.